ഹായ് ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ്മി അനന്തു. എടാ മക്കളെ, നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് 2024 പ്രാക്ടിക്കൽ എക്സാമിന് ചോദിച്ച ലാബ് 18 ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ആ ലാബാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ മക്കളെ, 2023 ലാബിൻ്റെ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ 2023 ഞാൻ ചെയ്തിട്ടുണ്ട്. സോ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വരിക. 2023 നമ്മുടെ ചാനൽ കയറി നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. 2023 PYQ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് 2024 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. സോ അതെടുത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അടുക്കി ചെയ്യാനായിട്ടുണ്ട്. അത് അവിടെ കാണാം കേട്ടോ. പിന്നെ ഈ ലാബ് 18 എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്ന ഈ ലാബ് കുറച്ച് ടഫാകാനുള്ള കാരണം കൺസെപ്റ്റ് അറിയേണ്ടതുകൊണ്ടാണ്. സോ 1-1 on-2 കൺസെപ്റ്റ് അറിയുക മക്കളെ. അറിഞ്ഞില്ലെങ്കിൽ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ മക്കളെ, ലാബ് 18 2023 വീഡിയോ കണ്ടതിന് ശേഷം ഇങ്ങോട്ട് വരിക. കുറച്ചും കൂടി എളുപ്പമായിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, അത് കണ്ടതിന് ശേഷം വരിക. വിശദമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഈ 2024 ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. സോ ഇത് രണ്ടും ചെയ്ത കുട്ടികൾക്ക് 2025 ക്വസ്റ്റ്യൻ വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഇതേ മോഡൽ തന്നെയായിരിക്കും വരാൻ പോകുന്നത്. ഓക്കെ, ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഫ്രം R to R ആൻഡ് സേ വെദർ ഇറ്റ് ഈസ് 1-1 or on-2. 1-1 on-2 തെളിയിക്കാൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ കൂടെ കൂടുക. കാരണം കൂടുതൽ കുട്ടികളിലേക്ക് ഇത് എത്തിക്കുക, അതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ലാബ് മനസ്സിലാക്കി, കൺസെപ്റ്റ് മനസ്സിലാക്കി ലാബ് ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹം. സോ എല്ലാവർക്കും അയച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ലാബ് അതേപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. 2x³ - 4x + 2. സോ കോപ്പി പേസ്റ്റ് വേണമെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കൺട്രോൾ C അടിച്ചാൽ കോപ്പി ആകും, കൺട്രോൾ V അടിച്ചാൽ പേസ്റ്റ് ആവും. ഇനി അങ്ങനെ അറിയാൻ വയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ ഒന്ന് ചെറുതായിട്ട് എഡിറ്റ് ചെയ്ത് കൊടുക്കണം. 2x³ അല്ലേ? ഓക്കെ മക്കളെ, ഇത് കോപ്പി പേസ്റ്റ് ചെയ്യാനുള്ള വേറൊരു മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ സെലക്ട് ചെയ്യുക, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കോപ്പി സെലക്ഷൻ വരും, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ GeoGebra ഓപ്പൺ ചെയ്തിട്ട് അവിടെ കൊണ്ട് ഇൻപുട്ട് ബോക്സിൽ കൊണ്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ റൈറ്റ് ക്ലിക്ക് വരാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ കൺട്രോൾ ഞെക്കിക്കൊണ്ട് V അടിക്കുക, അപ്പോൾ അവിടെ വരും. ചിലപ്പോൾ അത് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ പേസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ കൺട്രോൾ V അടിക്കുക, പേസ്റ്റ് ആവും. പിന്നെ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കുക. 2x³ ആണെങ്കിൽ അവിടെ റേസ് ടു എന്നുള്ള ആ ഒരു ക്യാപ് ബട്ടൺ ഇടണം. ഓക്കെ, എന്തായാലും അങ്ങനെ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്രാഫ് വന്നിട്ടുണ്ട്. സോ ഇത് 1-1 ആണോ on-2 ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചത് അല്ലേ മക്കളെ? ഞാനൊന്ന് നീക്കുവാണേ. ഓക്കെ മക്കളെ, ഇത് 1-1 ആണോ on-2 ആണോ നിങ്ങൾ പറ. കണ്ടിട്ട് എന്ത് മനസ്സിലാവണം? 1-1 on-2 എങ്ങനെ തിരിച്ചറിയാം? യെസ്, നമ്മുടെ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് നോക്കിയാൽ മതി അല്ലേ? ഞാൻ ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ എടുക്കുന്നു. സോ Y ആക്സിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുന്നു. സോ ഒന്നിൽ കൂടുതൽ പോയിന്റ്സ് ഗ്രാഫുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് 1-1 അല്ല. നോക്കിയാൽ മക്കളെ, ഞാനിപ്പോൾ ഇവിടെ 2 കൊണ്ട് വെച്ചു. 2 എത്ര ഇമേജ് ഉണ്ട്? 2 കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. 2 കൊണ്ടേ വെച്ചു. 2 കൊണ്ട് വെച്ചാൽ നമുക്ക് മനസ്സിലാവും. നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി. 2 കൊണ്ട് വെക്കുമ്പോൾ എന്ത് മനസ്സിലാവും? ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്. കാരണം 2ന് ഒന്നിൽ കൂടുതൽ ഇമേജ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതി വയ്ക്കും ഒന്നാമത്തെ ആൻസർ? സോ ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ നമ്മൾ എഴുതുമ്പോൾ ഇതേപോലെ തന്നെ എഴുതി വെച്ചാൽ മതി. 2 ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ പറയാം ഈ എലമെന്റ്സ് ഇതിനെല്ലാം ഒന്നിൽ കൂടുതൽ ഇമേജ് ഉണ്ട്. പക്ഷെ നമ്മൾ ഒരെണ്ണം എടുത്ത് പറയുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയി, എഴുതാനും കുറച്ച് എളുപ്പമുണ്ട്. 2 ഹാസ് മോർ ദാൻ 1 ഇമേജ്, അല്ലെങ്കിൽ 3 ഇമേജസ്. 2ന് 3 ഇമേജസ് ഉണ്ട് എന്ന് എഴുതിയാൽ മതി. 2 ഹാവ് മോർ ദാൻ 1 ഇമേജ്, therefore it is അല്ലെങ്കിൽ F is not 1-1. ഇത് 1-1 അല്ല എന്ന് സിമ്പിൾ ആയിട്ട് പറയാം. ഇനി on-2 ആണോ? അപ്പോൾ ഇത് എഴുതി വെച്ചല്ലോ. ഇത്രയുള്ള കാര്യം. 2ന് ഒന്നിൽ കൂടുതൽ ഇമേജ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ 3 എടുക്കാം. 3 എടുത്ത് പറഞ്ഞാൽ സെയിം തന്നെ. അതെ, 3ന്റെ അവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കും. 3ന് ഒന്നിൽ കൂടുതൽ ഇമേജ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 1 എടുക്കാം. ഏത് വേണം എടുത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേടാ? യെസ്. ഇനി on-2ന്റെ കാര്യം പറയാൻ പോകണേ. on-2ന്റെ കാര്യം പറയണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് മനസ്സിലാക്കണം? നമ്മുടെ കോഡൊമൈൻ എന്താണെന്ന് നോക്കണം. കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോഡൊമൈൻ ഈ റിയൽ നമ്പറാണ്. അപ്പം നിങ്ങൾ on-2ന്റെ കാര്യം അറിയെങ്കിൽ നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ട ഒരു ഡെഫിനിഷനാണ് കോഡൊമൈനും റേഞ്ചും സെയിം ആയിരിക്കണം. മക്കളെ, ഇത് പഠിച്ച് വെച്ചിരിക്കണം കേട്ടോ. കാരണം വൈവേക്ക് ചോദിക്കുവാണെങ്കിലും ഒറ്റയടിക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റും. കോഡൊമൈനും റേഞ്ചും സെയിം ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് on-2. സോ കോഡൊമൈനും റേഞ്ച് സെയിം ആണോ നോക്കിയാൽ പോരെ? യെസ്. കോഡൊമൈൻ എന്ന് പറഞ്ഞാലാണ് ഈ രണ്ടാമത്തെ സെറ്റിനെ പറയുന്ന പേരാണ് കോഡൊമൈൻ. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഗ്രാഫ് ഇപ്പോൾ കിടക്കുന്ന ആ ഒരു Y ആക്സിന്റെ ആ ഒരു വാല്യൂസ് ആണ്. Y ആക്സിന്റെ ആ ഒരു ഭാഗമാണ് നമ്മുടെ റേഞ്ച്. അപ്പോൾ നമുക്ക്
നമുക്കിവിടെ റേഞ്ച് നോക്കാം. റേഞ്ചും കോഡമൈനും സെയിം ആണെന്ന് നോക്കാം. ഇവിടുത്തെ കോഡമൈൻ എന്താണ് മക്കളെ? റിയൽ നമ്പർ. റേഞ്ചും റിയൽ നമ്പർ ആണെങ്കിൽ നമ്മുടെ ഓൺ ടു ആണ് നമ്മുടെ ഫംഗ്ഷൻ. നോക്കാം അതെങ്ങനെ മനസ്സിലാക്കാം. ഞാൻ സൂം ഔട്ട് ചെയ്യുന്നു, എൻ്റെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ എടുക്കുന്നു, വൈ ആക്സിസ് കൊണ്ട് ക്ലിക്ക് ചെയ്യുന്നു. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ നമുക്ക് പറയാൻ പറ്റും. മക്കളെ നോക്കിയടാ, ഏതെങ്കിലും ഞാൻ വൈ ആക്സിസ് കൂടെ നീക്കുമ്പോഴത്തേക്കും വൈ ആക്സിസിലെ ഓരോ പോയിന്റിൽ കൂടെ ഞാൻ ഈ ലൈൻ നീക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രാഫുമായിട്ട് കണക്ഷൻ വേണം, ഗ്രാഫുമായിട്ട് അത് മീറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. എന്ന് പറയുമ്പോൾ റിയൽ നമ്പർ അല്ലേ അവർ പറഞ്ഞിരിക്കുന്നത് കോഡമൈൻ. സോ ഞാൻ കോഡമൈനിലൂടെ ഞാൻ എൻ്റെ ലൈൻ നീക്കാൻ പോകും. കോഡമൈൻ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പർ അല്ലേ. ഞാൻ റിയൽ നമ്പറിലൂടെ ഇങ്ങനെ സൂം ഔട്ട് ചെയ്ത് റിയൽ നമ്പർ മൊത്തം ഞാൻ ഈ ഗ്രാഫ് ദേ വൈ ആക്സിലെ റിയൽ നമ്പറിൽ കൂടെ ഞാൻ ഇങ്ങനെ നീക്കുവാണ്. സോ എല്ലായിടത്തും നമ്മുടെ ഗ്രാഫുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. 30 കൊണ്ട് വെച്ചാലുണ്ട്, 10 കൊണ്ട് വെച്ചാലുണ്ട്, 100, 1000, 2000, 3000 എവിടെ കൊണ്ട് വെച്ചാലും ഗ്രാഫുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. ഗ്രാഫ് ചെറുതായി പോകണമെന്നേ ഉള്ളൂ, പക്ഷേ ഗ്രാഫുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേടാ. അപ്പോൾ ഇതെന്താണ്? കോഡമൈനും ആറാണ്, റേഞ്ചും ആറാണ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഗ്രാഫ് കിടക്കുന്ന ഭാഗമാണ്, വൈ ആക്സിന്റെ ഭാഗമാണ് റേഞ്ച്. സോ സിമ്പിളായിട്ട് നമുക്ക് പറയാമല്ലേ, സിമ്പിളായിട്ട് നമുക്ക് പറയാം. അപ്പോൾ നമുക്കിവിടെ എന്താ എഴുതി വെക്കാം? നമുക്കിവിടെ എഴുതി വെക്കാം, ഞാൻ പറഞ്ഞേ ഇത് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു, താഴത്തേക്ക് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. അപ്പം തന്നെ നമുക്ക് മനസ്സിലാകും റിയൽ നമ്പർ ആണ്. റിയൽ നമ്പർ മൊത്തം വിശാലമായിട്ട് കിടക്കുവാണ് നമ്മുടെ ഗ്രാഫ്. അപ്പം തന്നെ നമുക്ക് പറയാം, ഇതിൻ്റെ ലൈൻ വരച്ച് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല, നമുക്ക് പറയാൻ പറ്റും കോഡമൈൻ റേഞ്ചും സെയിം തന്നെയാണെന്ന് പറയാൻ പറ്റും. അപ്പം നിങ്ങൾ എന്ത് എഴുതണം? ഒന്നാമത്തെ ആൻസർ നിങ്ങൾ എഴുതുമ്പോഴത്തേക്കും ഇതേപോലെ തന്നെ എഴുതിയാൽ മതി മക്കളെ. ഫസ്റ്റത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ, നമ്മൾ ഓൺ ടുവിൻ്റെ കാര്യം 1-1 കാര്യം എഴുതി. ഓൺ ടുവിൻ്റെ കാര്യം എഴുതുമ്പോൾ എഴുതേണ്ടത് ഇത്രേ ഉള്ളൂ, കോഡമൈൻ ഇസ് ഈക്വൽ ടു റേഞ്ച്. കോഡമൈൻ ഈക്വൽ ടു റേഞ്ച്. കോഡമൈൻ റേഞ്ച് സെയിം ആണ്. അപ്പോൾ സാർ ചോദിക്കും ഇവിടുത്തെ കോഡമൈൻ എന്താ? അപ്പോൾ നിങ്ങൾ പറയുന്നത് റിയൽ നമ്പർ. റേഞ്ച് എന്താ? റിയൽ നമ്പർ. കോഡമൈനും റേഞ്ച് റിയൽ നമ്പർ തന്നെയാണ്. സോ സാറേ അത് ഓൺ ടു ആണ്. സോ അത് ഓൺ ടു ആണ്, സിമ്പിളായിട്ട് പറയാം. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ല, കൺസെപ്റ്റ് അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ എടാ വൈവയുടെ കാര്യത്തെ പറ്റി പേടിക്കുകയേ വേണ്ട. കാരണം സാറ് ചോദിക്കാൻ പറഞ്ഞാൽ ഇതിൻ്റെ കോഡമൈനും റേഞ്ചും ഏതാണ്? കാരണം കോഡമൈൻ ഈക്വൽ റേഞ്ച് എന്ന് പഠിച്ചു വയ്ക്കും പിള്ളേർ ഓൺ ടുവിൻ്റെ കേസിൽ. പക്ഷേ സാറ് ചോദിക്കും ഇവിടുത്തെ കോഡമൈൻ ഏതാ? അപ്പോൾ പറയണം, നിങ്ങൾ പറയണം സാറേ റിയൽ നമ്പറാണ്, കാരണം എഫ് ഫ്രം ആർ ടു ആർ ആണ്. സോ റിയൽ നമ്പറാണ് നമ്മുടെ കോഡമൈൻ. സോ കോഡമൈൻ ആറാണ്. റേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഗ്രാഫിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് റിയൽ നമ്പറാണ്. സോ രണ്ടും റിയൽ നമ്പർ ആയ സ്ഥിതിക്ക് കോഡമൈനും റേഞ്ചും സെയിം ആണ്, അതുകൊണ്ട് അത് ഓൺ ടു ആയിരിക്കും. ഇനി സാർ ചോദിക്കും ബൈജക്റ്റീവ് ആണോ? അപ്പം നിങ്ങൾ പറയണം സാറേ ബൈജക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ ബൈജക്റ്റീവ് അല്ല. കാരണം 1-1 ഓൺ ടു ആണെങ്കിൽ മാത്രമേ സാറേ അത് ബൈജക്റ്റീവ് ആകത്തുള്ളൂ. പക്ഷേ ഇവിടുത്തെ നമ്മുടെ ഫംഗ്ഷൻ 1-1 ആണോ? 1-1 അല്ല. കാരണം എന്താ? ഒന്നിൽ കൂടുതൽ പോയിന്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ട്, 1-1 അല്ല. ഓൺ ടു ആണോ? ഓൺ ടു ആണ്. പക്ഷേ 1-1 ഓൺ ടു ആണെങ്കിൽ മാത്രമേ അത് ബൈജക്റ്റീവ് ആകത്തുള്ളൂ. സാർ അതുകൊണ്ട് ഇവിടെ 1-1 അല്ല, അതുകൊണ്ട് അത് ബൈജക്റ്റീവ് അല്ല. സിമ്പിളായിട്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് സമാധാനമാണ്, നമുക്കൊരു സമാധാനം, സാറിനൊരു സമാധാനം, നമ്മുടെ ടീച്ചറിൻ്റെ സമാധാനം. ഓക്കെ, അപ്പോൾ കാര്യം മനസ്സിലായല്ലോടാ? യെസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നെ ചെയ്യാനേ ഉള്ളൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ വീഡിയോ ഒന്ന് പോസ്റ്റ് ആക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കണം മക്കളെ, എന്നിട്ട് ബാക്കി വീഡിയോ കാണാം കേട്ടോ. 3x³ + x - 1. സോ കോപ്പി ചെയ്തു, ഇവിടെ വീണ്ടും അടിച്ചു കൊടുക്കാം. ഇത് ഹൈഡ് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം, പക്ഷെ ഇവിടെ നിന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ അത് എഡിറ്റ് ചെയ്യാം നിങ്ങൾക്ക് കേട്ടോ. 3x³ അല്ലേടാ, 3x³ + x - 1. മക്കളെ നമ്മൾ ഈ ഫംഗ്ഷൻ തന്നെയാണോ നമ്മളിവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം വന്നിരിക്കണമെന്ന് ഒന്ന് വിശദമായിട്ട് നോക്കിക്കോണം കേട്ടോ. കാരണം അതാണ് നമ്മുടെ വെരിഫിക്കേഷൻ. അത് നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കിക്കോണം കേട്ടോ. 3x³ + x - 1. ഓക്കെ, കറക്റ്റ് ആണ്, ഞാൻ വരച്ചിരിക്കുന്നത് കറക്റ്റ് ആണ്. എടാ ഇത് 1-1 ആണോ ഓൺ ടു ആണോ? നിങ്ങൾ നോക്ക്. ദേ സംശയമുള്ളവർക്ക് ഞാൻ പറയാം, ഞാൻ 2-ൽ കൊണ്ട് ഞാൻ വൈ ആക്സിൽ കൊണ്ട് ലൈൻ വെക്കുന്നു. ദേടാ എവിടെ കൊണ്ട് വെച്ചാലും ഈ ഗ്രാഫായിട്ട് ഒരേ ഒരു പോയിന്റ് മാത്രമേ മീറ്റ് ചെയ്യത്തുള്ളൂ. എടാ എന്ന് പറയുന്നത് ഇങ്ങനെ കർവ് ഇല്ലെങ്കിൽ അത് 1-1 ആയിരിക്കും. കാരണം ഇത് കറക്റ്റ് ഒരു പോയിന്റ് കൊണ്ട് ഒരു പോയിന്റിൽ എവിടെ കൊണ്ട് വെച്ചോ കറക്റ്റ് ഒരു സ്ഥലത്തെ മീറ്റ് ചെയ്യത്തുള്ളൂ അല്ലേ. അപ്പം എന്ത് പറയാം നമുക്ക്? എവരി എലമെന്റ് ഹാവ് 1 and only 1 ഇമേജ്. എല്ലാ എലമെന്റ്സിനും ഒരു ഇമേജേ ഉള്ളൂ. സോ നമുക്ക് പറയാം അത് 1-1 ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം കോഡമൈൻ എല്ലാത്തിനും ഒരേ ഒരു പ്രീ ഇമേജേ ഉള്ളൂ. സോ അതുകൊണ്ട് അത് 1-1 ആണ്. നിങ്ങളുടെ രീതിയിൽ എഴുതി വയ്ക്കുക. എന്താണ് ഞാൻ പറഞ്ഞത് മക്കളെ? എല്ലാ എലമെന്റ്സിനും ഫസ്റ്റ് സെറ്റിലുള്ള എല്ലാ എലമെന്റ്സിനും, ഫസ്റ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ R to R ആണെങ്കിൽ, ആറിലുള്ള നമുക്ക് വിശദമായിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ പറയണമെങ്കിൽ
കുറച്ചുകൂടെ പറയണമെന്ന് നോക്കിക്കോണേ. R2 R ആണ് നമ്മുടെ ഫംഗ്ഷൻ എങ്കിൽ ഈ ആറിലുള്ള എല്ലാവർക്കും, ഈ R എന്ന് പറയുന്നത് ഫസ്റ്റ് സെറ്റിലുള്ള എല്ലാവർക്കും ഒരേ ഒരു ഇമേജേ ഉള്ളൂ. കാരണം നമുക്കറിയാം, നമ്മളിങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്കും ഇത് റിയൽ നമ്പർ, ഇത് റിയൽ നമ്പർ, ഇവിടെയുള്ള എല്ലാവർക്കും ഒരേ ഒരു ഇമേജേ ഉള്ളെങ്കിൽ നമ്മൾ പറയും അത് 1 1 ആണ്. കണ്ടല്ലോടാ, എല്ലാവർക്കും ഒരു ഇമേജേ ഉള്ളൂ, അതുകൊണ്ട് 1 1 ആണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ 1 1 ആകാത്ത കേസ് എന്ന് പറഞ്ഞാൽ ദേ ഇവിടെ ABC, ഇവിടെ 1 2 3, എയുടെ ഇമേജും 1 ആണ്, ബിയുടെ ഇമേജും 1 ആണ്. സോ ഇത് 1 1 ആകത്തില്ല. ഒരാൾക്ക് രണ്ടാൾക്ക് ഒരേ ഇമേജ് വന്നാൽ അത് 1 1 ആകത്തില്ല. ഡിഫറെൻറ്റ് ഇമേജസ് വേണം. അതാണ് 1 1ന്റെ ഡെഫിനിഷൻ. അപ്പോൾ നമുക്ക് പറയാം സാറേ ഇവിടെയുള്ള എല്ലാവർക്കും ഓരോ ഇമേജേ ഉള്ളൂ, കാരണം റിയൽ നമ്പറിൽ എല്ലാവർക്കും ഓരോ ഇമേജേ ഉള്ളൂ. സോ അത് 1 1 ആണ്. അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തിരിച്ചു പറയാം, സാറേ ഇവിടുത്തെ രണ്ടാമത്തെ സെറ്റില്ലേ, അതാണ് നമ്മുടെ കോഡൊമെയിനുള്ള എല്ലാവർക്കും ഒരേ ഒരു പ്രീ ഇമേജേ ഉള്ളൂ. സോ അത് 1 1 ആണ്. സിമ്പിൾ ഡെഫിനിഷൻ. ഓക്കെ, ഓൺ ടു ആണോടാ? ഓൺ ടു ആണല്ലേ? കാരണം എന്താ, ഇതേ മുകളിലേക്ക് അനന്തമായി കിടക്കുന്നു, താഴത്തേക്കും കിടക്കുന്നു. സോ ഇത് ഓൺ ടു ആണ്. അപ്പൊ എന്ത് പറയാം, കോഡൊമെയിൻ ഈക്വൽ ടു റേഞ്ച് ആണ്. സോ അത് ഓൺ ടു ആണ്. ഇത്രയുള്ള കാര്യം വളരെ കൺസെപ്റ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. മക്കളെ, നിങ്ങൾ തന്നെ ചെയ്തവർക്ക് അത് തന്നെയാണോ കിട്ടിയത്? അത് തന്നെയാണെങ്കിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കുവാണ്. x⁻³ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഞാനൊന്ന് വെരിഫൈ ചെയ്യുവാണ്. 1 + 3x - x³ തന്നെയാണോ എൻ്റെ ക്വസ്റ്റ്യൻ? 1 + 3x - x³. ഓക്കെ, ഏതെങ്കിലും ഒരെണ്ണേ വെക്കത്തുള്ളൂ കേട്ടോ. 3 എണ്ണം നമ്മൾ വളരെ എളുപ്പം ചെയ്ത് കഴിഞ്ഞു. മക്കളെ 1 1 ആണോ? അല്ല. കാരണം എന്താ, 2 കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം 2ന് ഒന്നിൽ കൂടുതൽ ഇമേജ് ഉണ്ട്. 2ന് ഇവിടെ 3 ഇമേജ് ഉണ്ട്. സോ അത് 1 1 അല്ല. ഓൺ ടു ആണോ? യെസ്, കാരണം കോഡൊമെയിൻ ഈക്വൽ ടു റേഞ്ച് ആണ്. ഓൺ ടു ആണ്. കറക്റ്റ് അല്ലേ? കിട്ടിക്കാണുമല്ലോ? യെസ്. അപ്പം അതും ഓക്കെ ആയി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സാറിനെ വിളിച്ച് കാണിക്കണം, ഗ്രാഫ് കാണിക്കണം, അതേപോലെ നമ്മൾ എഴുതിയത് കാണിക്കണം. സാർ വരെ അടുത്ത് ചെയ്തു. എടാ ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് ചെയ്ത് കഴിയാം നമുക്ക് കേട്ടോ. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ f from R to R. ഓക്കെ, ഏതെങ്കിലും ടിക്കറ്റ് വരും. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിൻ്റെ ഗ്രാഫാണ് വരയ്ക്കേണ്ടത്. സോ ഫംഗ്ഷൻ ഞാൻ കോപ്പി ചെയ്തു. ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് റേഞ്ച് എന്നാണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്തിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എഡിറ്റ് ചെയ്യുന്നു. ഇവിടെ തന്നെ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്തിട്ട് താഴത്തെ ഇൻപുട്ടിൽ അടിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ പ്രൊഫഷണൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ പ്രൊഫഷണൽ രീതി ചെയ്യണം. മക്കളെ ഓക്കെ, നമ്മുടെ ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കണ്ടല്ലോ, ഒബ്സർവ് ദ ഗ്രാഫ് നിരീക്ഷിച്ച ശേഷം അതിന്റെ റേഞ്ച് എഴുതുക. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തോളൂ. എന്താണ്? y ആക്സിസിലെ പോയിന്റ്സ്, y ആക്സിൽ വാല്യൂസ് അല്ലെ? ഗ്രാഫ് കിടക്കുന്ന y ആക്സിസിലെ വാല്യൂസ് ആണ് നമ്മുടെ റേഞ്ച്. സോ ഗ്രാഫ് എവിടം തൊട്ടാണ് കിടക്കുന്നതെന്ന് നിങ്ങൾക്ക് കണ്ണു തുറന്നാൽ മനസ്സിലാവും. എവിടം തൊട്ട് എവിടം വരെ കിടക്കുന്ന ഗ്രാഫ്? -3 തൊട്ട് മുകളിലേക്ക് അല്ലേടാ? സിമ്പിൾ ആയിട്ട് അറിയാൻ മേലേടാ. ഇതിൻ്റെയൊക്കെ ആവശ്യം ഒരു ടെൻഷൻ പിടിക്കേണ്ട ആവശ്യമുണ്ടോ? നോക്കി, വേണേ ഞാനിങ്ങനെ എടുക്കുന്നത്. ഇവിടെ ഒന്നും ഗ്രാഫ് ഉണ്ട്, ഇവിടെ ഒന്നും ഗ്രാഫ് ഇല്ല. -5 ഗ്രാഫായിട്ട് നോ കണക്ഷൻ, -4 നോ കണക്ഷൻ, -3 തൊട്ടാണ് നമ്മുടെ ഗ്രാഫ്. സോ -3 തൊട്ട് മുകളിലേക്ക്, അപ്പൊ അതെങ്ങനെ എഴുതും? -3 തൊട്ട് മുകളിലേക്ക് എങ്ങനെ എഴുതും? നമ്മുടെ റേഞ്ച് രണ്ടാമത്തേന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? രണ്ടാമത്തേന്റെ എ പാർട്ട്, എ ആണ് കിട്ടിയെങ്കിൽ, എ അല്ലല്ലോ, രണ്ടാമത്തേന്റെ ഒന്നാമത്തേന്റെ ഫസ്റ്റ് പാർട്ട് അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ടിക്കറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ എ പാർട്ട് റേഞ്ച് കണ്ടുപിടിക്കാനാണ്. സോ റേഞ്ച് ഇസ് ഈക്വൽ ടു, റേഞ്ച് എന്ത് പറയാടാ? -3 തൊട്ടാണ് നമ്മുടെ ഗ്രാഫ് ഉള്ളത് അല്ലേ? സോ -3 എന്ന് പറയുമ്പോൾ -3 തൊട്ട് മുകളിലേക്ക്, അനന്തമായി മുകളിലേക്ക്, പോസിറ്റീവ് സൈഡാണ്. സോ ഇൻഫിനിറ്റി. ഈ -3 ഉൾപ്പെട്ടിരിക്കുന്നുണ്ട്, അവിടെ ക്ലോസ്ഡ് ഇന്റർവെൽ നിർബന്ധമായിട്ട് ഇടണം. ഇൻഫിനിറ്റിയുടെ എപ്പോഴും ഓപ്പൺ ഇന്റർവെൽ ആയിരിക്കും. ദിസ് ഈസ് ദ റേഞ്ച്. കണ്ടല്ലോ മക്കളെ, -3 തൊട്ട് ഇൻഫിനിറ്റി വരെയാണ് നമ്മുടെ റേഞ്ച്. ഓക്കെ, ഫസ്റ്റിന്റെ ആൻസർ കഴിഞ്ഞു. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, റീഡിഫൈൻ ദ ഡൊമൈൻ ആൻഡ് കോഡൊമൈൻ ഓഫ് ദി ഫംഗ്ഷൻ ടു മേക്ക് ഇറ്റ് ബൈജക്ഷൻ. ഇത് ബൈജക്റ്റീവ് ആണോ? ബൈജക്റ്റീവ് അല്ല. കാരണം എന്താ? 1 1 അല്ല അല്ലേടാ? 1 1 ആണോ? അല്ല. 1 1 ആണോ? അല്ല അല്ലേ? കാരണം ഇത് 2 പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ ഇമേജ് ഉണ്ട്. 2 കൊണ്ട് വെച്ചാൽ ഒന്നിൽ കൂടുതൽ ഇമേജ് ഉണ്ട്. ഓൺ ടു ആണോ? അല്ല. കാരണം എന്താ? നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് റിയൽ നമ്പറിൽ നിന്നും റിയൽ നമ്പറിലേക്കാണ്. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താടാ? ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് R to R ആണ് അല്ലേ? R to R ആണ്. അപ്പൊ ഇവിടുത്തെ ഇത് ഓൺ ടു ആകാത്തതിന് കാരണം എന്താണ്? നമ്മുടെ കോഡൊമൈൻ റിയൽ നമ്പർ അല്ലേ? കോഡൊമൈൻ എന്ന് പറയുന്ന ആള് നമ്മുടെ റിയൽ നമ്പറാണ്. പക്ഷെ ഇവിടെ റേഞ്ച് എന്താണ്?
റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചല്ലേടാ -3 തൊട്ടേ ഉള്ളൂ, -3 തൊട്ട് ഇൻഫിനിറ്റി വരെ ഉള്ളൂ. ഇപ്പൊ ഈ രണ്ട് സെയിം ആണോ? ഇപ്പൊ ഈ രണ്ട് സെയിം ആണോ? അല്ല. അതുകൊണ്ടാണ് അത് ഓൺ ടു അല്ലാത്തത്. 1 അല്ല, ഓൺ ടു അല്ല. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതിനൊന്ന് റീഡിഫൈൻ ചെയ്ത് അത് 1 ഓൺ ടു ആക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? യെസ്, നമുക്ക് പറ്റും. എങ്ങനെ പറ്റും? കാണിച്ചു തരാം. ഇതൊക്കെയാണ് ഇവിടുത്തെ കൺസെപ്റ്റ്. അപ്പൊ നമ്മളിത് 1 ഓൺ ടു ആക്കാൻ പോവാണേ. അപ്പൊ ഡൊമൈൻ ഒന്ന് റീഡിഫൈൻ ചെയ്യണം. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റേഞ്ച് എന്ന് പറഞ്ഞാൽ ഗ്രാഫ് കിടക്കുന്ന y ആക്സിസിന്റെ വാല്യൂസും, റേഞ്ച് എന്ന് പറഞ്ഞാൽ ഗ്രാഫ് കിടക്കുന്ന x ആക്സിസ്, അതാണ് റേഞ്ച്, അതാണ് ഡൊമൈൻ. അപ്പൊ ഡൊമൈൻ എന്ന് പറയുമ്പോൾ മക്കളെ ഇത് ഓൺ ടു ആക്കണമെങ്കിൽ, ഇത് 1 ആക്കണമെങ്കിൽ ഞാൻ ദേ പെർപെൻഡിക്കുലർ ലൈൻ എടുത്തേ. പെർപെൻഡിക്കുലർ ലൈൻ്റെ ആവശ്യമില്ല. ഇത് ഓൺ ടു ആക്കണമെങ്കിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഇത് എവിടം തൊട്ട് ഞാനിത് മുറിക്കണം. ഞാനിപ്പോൾ ഒരു പെർപെൻഡിക്കുലർ ലൈൻ എടുത്ത് വേണമെങ്കിൽ കാണിച്ചു തരാം. പെർപെൻഡിക്കുലർ ലൈൻ എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇവിടെ നോക്കി, ഗ്രാഫ് എനിക്ക് എവിടെയെങ്കിലും വെച്ച് മുറിക്കണം അല്ലേ? ഇത് 2 പോയിന്റിൽ ഇപ്പം മീറ്റ് ചെയ്യുന്നുണ്ട്. 1 കേസ് നോക്കുമ്പോൾ അല്ലേ, 2 പോയിന്റിൽ എങ്ങനെ ഞാൻ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് ചെയ്താലും ഒന്നിൽ കൂടുതൽ പോയിന്റ്സിൽ ഇത് മുട്ടും. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഈ കറക്റ്റ് ഈ ഗ്രാഫ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോവല്ലേടാ. അപ്പൊ ആ ചേഞ്ച് വരുന്ന ആ പോയിന്റ് തൊട്ട് ഞാൻ മുറിച്ചാൽ മതി. മുറിച്ച് കളയും ഞാൻ. അവിടെ വെച്ച് ഞാൻ മുറിച്ച് കളയും. എവിടെ വെച്ചാണ്? നമ്മുടെ ഈ ചേഞ്ച് വരുന്ന പോയിന്റ് ഏതാടാ? സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലായത് ഇവിടെ വെച്ച് ഞാനത് മുറിക്കാൻ പോവാണേ. അതിന്റെ എക്സ് വാല്യൂ ആണ് നമ്മൾ നോക്കേണ്ടത്. എക്സ് വാല്യൂ എന്താടാ? 1 നേരെ വെച്ച് മുറിക്കും. നിങ്ങൾ മുറിക്കുമ്പോഴത്തേക്ക് ഈ വാല്യൂ അല്ല എടുക്കേണ്ടത്, നമ്മുടെ എക്സ് വാല്യൂ. ഡൊമൈൻ എന്ന് പറയുമ്പോൾ എക്സ് വാല്യൂ കറക്റ്റ് ഞാൻ നടുക്കുന്ന ഇങ്ങനെ അങ്ങ് മുറിക്കാൻ പോവാ. കണ്ടല്ലോ, ഇങ്ങനെ മുറിക്കാൻ പോവാണേ. അപ്പൊ നമ്മുടെ ഡൊമൈൻ എവിടം തൊട്ട് മുറിക്കണം? ഇവിടം തൊട്ടേ എടുക്കാവുള്ളൂ ഡൊമൈൻ. എക്സ് വാല്യൂ ഓക്കെ അല്ലേ? ഓക്കെ, ഇവിടം തൊട്ടേ എടുക്കാവുള്ളൂ. അപ്പൊ നമ്മൾ ഡൊമൈൻ എന്ത് ചെയ്യാം? ഡൊമൈൻ എന്ന് പറഞ്ഞാൽ മക്കളെ, ഡൊമൈൻ എന്ന് പറഞ്ഞാൽ റീഡിഫൈൻ ചെയ്തു. എവിടം തൊട്ട് എടുക്കണം? 1 തൊട്ട് അങ്ങോട്ടേക്ക് എടുത്താൽ മതി. അപ്പൊ അതേ ക്ലോസ്ഡ് ഇന്റർവെൽ 1 തൊട്ട് ഇൻഫിനിറ്റി വരെ. ഇതാണ് നമ്മുടെ ഡൊമൈൻ. ഓക്കെ ആണോടാ മക്കളെ? ഡൊമൈൻ എന്ന് പറഞ്ഞാൽ 1 തൊട്ട് ഇൻഫിനിറ്റി വരെ എടുത്താൽ. എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫ് ഇല്ല, അത് ഞാൻ വരച്ച് കാണിച്ചു തരാം. അത് 3ാമത്തെ ക്വസ്റ്റ്യൻ വരച്ച് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വരച്ച് കാണിച്ചു തരാം. ഇതില്ലാതെ മക്കളെ, ഇത് ഞാൻ വരയ്ക്കണ നോക്കിക്കോടെ, എല്ലാം കൂടെ കൊളാകല്. ഇത് ഞാൻ ഇല്ല, ഇത് കട്ട് ചെയ്ത് കളഞ്ഞു, മുറിച്ച് മാറ്റി. ഇപ്പൊ നമ്മുടെ നീല വര മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഇവിടെ നടുക്ക് വെച്ച് മുറിച്ചു. അപ്പൊ ഇപ്പുറത്തെ ഞാൻ ഈ വെട്ടിക്കളഞ്ഞിരിക്കണില്ലേ, ഇനി നമ്മൾ 1 ആണോ നോക്കി കറക്റ്റ് ഒരു ലൈൻ വരച്ചാൽ ഇത് ഇവിടെ മാത്രമല്ലേ മീറ്റ് ചെയ്യത്തുള്ളൂ. ഈ വെട്ടിക്കളഞ്ഞില്ല കേട്ടോ, അല്ലേ? ഞാൻ എവിടെ വേണമെങ്കിലും ലൈൻ വരച്ചോ, ഇത് ഇവിടെ മാത്രമല്ലേ മുട്ടത്തുള്ളൂ. കാരണം എന്താ? കറക്റ്റ് നമ്മൾ ആ ചേഞ്ച് വരുന്നിടത്തോട്ട് മുറിച്ചിട്ടുണ്ട്. സോ കറക്റ്റ് എവിടെ നമ്മൾ ലൈൻ വരച്ചാലും എന്തായാലും അതൊരു പോയിന്റിൽ മീറ്റ് ചെയ്യത്തുള്ളൂ. സോ നമ്മൾ അതിനെ മാറ്റി 1 ആക്കി. യെസ്, കൊള്ളാം, 1 ആക്കി. ഇനി ഇത് ഓൺ ടു ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഡൊമൈൻ നമ്മൾ റീഡിഫൈൻ ചെയ്തു. കോഡൊമൈനും റീഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കോഡൊമൈൻ നമുക്ക് ഇത് ഓൺ ടു ആക്കണമെങ്കിൽ കോഡൊമൈൻ ഒന്ന് റീഡിഫൈൻ ചെയ്യണം. കോഡൊമൈൻ ഇപ്പോൾ റിയൽ നമ്പർ ആണ് കിടക്കുന്നത്. കാരണം എന്താ? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് R to R ആണ് കിടക്കുന്നത്. കാരണം റിയൽ നമ്പർ മൊത്തം നമ്മുടെ ഗ്രാഫ് കിടപ്പുണ്ടോ? ഇല്ല. നമ്മുടെ റേഞ്ച് എന്താണ്? റേഞ്ചിനോട് ഈക്വൽ ആയിരിക്കണം. റേഞ്ച് എന്താണ് മക്കളെ? റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. റേഞ്ച് എന്ന് പറഞ്ഞാൽ -3 തൊട്ട് ഇൻഫിനിറ്റി വരെയാണ് നമ്മുടെ റേഞ്ച്. നമ്മൾ ഓൾറെഡി ഇപ്പൊ കണ്ടുപിടിച്ചു. സോ കോഡൊമൈൻ എന്ത് തന്നെ ആകണം? അത് തന്നെ ആകണം. -3 തൊട്ട് ഇൻഫിനിറ്റി വരെ. കോഡൊമൈൻ റേഞ്ച് സെയിം ആണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ 1 ഓൺ ടു ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്തു? സാർ ഒന്ന് ചോദിക്കണം. നമ്മൾ പറഞ്ഞു സാറേ ഞാനിത് റീഡിഫൈൻ ചെയ്തു, കാരണം 1 വെച്ച് ഞാൻ അതിനെ കട്ട് ചെയ്തു. സോ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പുതിയ ഡൊമൈൻ 1 തൊട്ടാണ്. സോ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ 1 തൊട്ടാക്കി. കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ -3 തൊട്ട് ഇൻഫിനിറ്റി വരെ ആയി. കാരണം കോഡൊമൈൻ 6 ആയിരുന്നു. സോ അത് ഓൺ ടു ആകത്തില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഇവിടെ തൊട്ട് മാത്രം കോഡൊമൈൻ എടുത്തു. സോ റേഞ്ചും കോഡൊമൈനും സെയിം ആയി സാറേ. സോ അത് ഓൺ ടു ആണ്. സോ 1 ഓൺ ടു ആയ സ്ഥിതിക്ക് അതെന്താണ്? അതൊരു ബൈജക്റ്റീവ് ആണ്. ഇത് 1 ആണ്, ഓൺ ടു ആണ്. Therefore എഫ് ബൈജക്റ്റീവ് ആണ്. ബൈജക്റ്റീവ് കേട്ടോടാ മക്കളെ, ബൈജക്റ്റീവ്. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? യെസ്. അപ്പൊ അതിന്റെ ബി പാർട്ടും കഴിഞ്ഞു. സി പാർട്ട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ ഈസ് ദ റെസ്ട്രിക്റ്റഡ് ഡൊമൈൻ. ബാക്കിയൊന്നും വായിച്ചു നോക്കിയാൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പക്ഷെ അവർ കാര്യം നമുക്ക് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. കാരണം എക്സാമ്പിൾ ഫോർ ദ ഇൻപുട്ട് കമാൻഡ്. ഇഫ് ദ റെസ്ട്രിക്റ്റഡ് ഡൊമൈൻ 3 to ഇൻഫിനിറ്റി ആണെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് f(x > 3). കണ്ട അവരെന്ത് ഹെൽപ്പാണ് ചെയ്യണത്? നമ്മുടെ ഡൊമൈൻ എന്താണ്? ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഡൊമൈൻ എന്താ? നമ്മൾ 1 തൊട്ടാ മുറിച്ചല്ലേ? 1 to ഇൻഫിനിറ്റി ആണ് നമ്മുടെ ഡൊമൈൻ.
അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർ പറഞ്ഞിരിക്കുക ഇപ്പൊ 3 to infinity ആണ് നിങ്ങളുടെ ഡൊമൈൻ എങ്കിൽ നിങ്ങൾ ഇൻപുട്ട് ബോക്സിൽ ഇൻപുട്ട് കമാൻഡിൽ നിങ്ങൾ എന്ത് ചെയ്യണം എഫ് കോമ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് കോമ എഫ് കോമ എക്സ് ഗ്രേറ്റർ ആർ ഈക്വൽ ടു 3 ഇത് അടിച്ചു കൊടുത്താൽ മതി. കണ്ടേ ഇത്രയും ഹെൽപ്പ് ആരെങ്കിലും ചെയ്യുമോടാ? ആരെങ്കിലും ചെയ്യുക, കാരണം ക്വസ്റ്റിന് തന്നെ നിങ്ങൾക്ക് അത്രയും ഹെൽപ്പ് തരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഡൊമൈൻ എന്താണ് 1 to infinity ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എഫ് കോമ എക്സ് ഗ്രേറ്റർ ആർ ഈക്വൽ ടു 1 എന്നടിക്കണം. ഇത് 3 ആയതുകൊണ്ടാണ് ഇവർ 3 അടിച്ചിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത് വരച്ച് കാണിക്കാനാണ്. അപ്പൊ സാറ് ചോദിക്കും ഇത് വരച്ച് കാണിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, എഫ് കോമ എക്സ് ഗ്രേറ്റർ ദാൻ സിമ്പിൾ അറിയാലോ, അവിടെ ഷിഫ്റ്റ് ആക്കിയിട്ട് ഗ്രേറ്റർ ഇങ്ങനെ ഒരു സിമ്പിൾ നിങ്ങളുടെ അവിടെ കിടപ്പുണ്ടാക്കുക, ഷിഫ്റ്റ് ആക്കിയിട്ട് ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഗ്രേറ്റർ ദാൻ പിന്നെ ഈക്വൽ ടു, ഗ്രേറ്റർ ആർ ഈക്വൽ ടു നമ്മുടെ ഡൊമൈൻ 1 ആണ്, 1 to infinity ആണ്. അപ്പോൾ 1 അടിച്ചു, എൻ്റർ അടിച്ചു. കണ്ടല്ലോടാ. ഇനി മറ്റേ എഫ് ഓഫ് എക്സ് എന്ന് ഹൈഡ് ചെയ്താൽ ഇതാണ് നമ്മുടെ പുതിയ ഡൊമൈനും റേഞ്ചും നമ്മൾ റീഡിഫൈൻ ചെയ്ത നമ്മുടെ ഗ്രാഫ്. ഇത്രയും കാണിക്കുവാണെങ്കിൽ കാര്യം കഴിഞ്ഞു മക്കൾ. ഇത് ഇത്രയും കാണിക്കാനായിട്ട് ഇത്രയും സമയത്തിൻ്റെ ആവശ്യമില്ല, കാരണം ഞാനിത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതുകൊണ്ടാണ് ഇത്രയും സമയമായത്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് ചെയ്ത് കഴിയാനേ ഉള്ളൂ. കാരണം ഞാനിപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ചെയ്തേ, ഇത്രേ ഉള്ളൂ. ഇത് വരച്ച് കാണിച്ചാൽ മതി കേട്ടോ മക്കളെ, വരച്ച് കാണിച്ചാൽ മതി. സാറേ ഇത് ഇവിടെ തൊട്ടാണ് വരുന്നിരിക്കുന്നത്. സോ ഇത് 1 1 ആണ്. എവിടെ നമ്മൾ ലൈൻ വരച്ചാലും കൺസെപ്റ്റ് ഹൊറിസോണ്ടൽ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ കണ്ട 1 1 ആണ്. എങ്ങനെ വരച്ചാലും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യത്തുള്ളൂ. പിന്നെ ഓൺ ടു ആണെന്ന് ചോദിച്ചാൽ റിയൽ നമ്പർ അല്ല, നമ്മുടെ റേഞ്ച് -3 തൊട്ട് ഞാൻ എങ്ങോട്ട് നീക്കിയാലും ഗ്രാഫുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഇത് ഓൺ ടു ആണ്. ഇത്രയൊക്കെയുള്ള കാര്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയടാ, കറക്റ്റായിട്ട് ചെയ്ത് നോക്കിയേ, പെട്ടെന്ന് ചെയ്ത് നോക്കിയേ. ഇപ്പം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമ്മളിത് കോപ്പി ചെയ്തു. സോ ഇത് ഡിലീറ്റ് ചെയ്യാം. ഫംഗ്ഷൻ്റെ അവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു, എക്സ് സ്ക്വയർ ആണ്. സോ എക്സ് സ്ക്വയർ, എൻ്റർ അടിച്ചു. മക്കളെ ഇത് കണ്ട് ഞാനിപ്പോൾ ഇവിടെ കണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ പോയിന്റ് വന്നാണ്. അതെന്താണ്, ഇത് ഓണായി കിടക്കുവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് അണ്ടു അടിച്ച് കളയുക. ടെൻഷൻ അടിക്കില്ല, അണ്ടു അടിച്ച് കളഞ്ഞു, മൂവ് ക്ലിക്ക് ചെയ്യുക, എങ്കിലേ ഇത് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പുതിയ ഗ്രാഫ് വരച്ചു. അപ്പോൾ ഇതിന്റെ റേഞ്ച് എന്താടാ, ഇതിന്റെ റേഞ്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. സോ റേഞ്ച് നമുക്ക് പറയാം, പെട്ടെന്ന് എഴുതിക്കേ മക്കളെ. വീഡിയോ പോസ് ആക്കിയിട്ട് എല്ലാവരും ഒന്ന് എഴുതിക്കടാ. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ടിലെ ഫസ്റ്റ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെ ഫസ്റ്റ് റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടം തൊട്ടാണ് അല്ലേ, 1 തൊട്ട് വൈ ആക്സിൻ്റെ അല്ലേ, 1 തൊട്ട് മുകളിലേക്കാണ്. സോ 1 തൊട്ട് ഇൻഫിനിറ്റി ആണ് നമ്മുടെ റേഞ്ച്. അപ്പോൾ ക്ലോസ്ഡ് ഇന്റർവെൽ 1 തൊട്ട് ഇൻഫിനിറ്റി വരെ. and അപ്പോഴേ നമുക്കൊരു കാര്യം മനസ്സിലായി, കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ആയിരിക്കും, ആക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, ബി പാർട്ട് പറഞ്ഞിരിക്കുന്നത് ഡൊമൈൻ റേഞ്ച് റീഡിഫൈൻ ചെയ്യാനാണ്. സോ ഡൊമൈൻ എന്താടാ, മനസ്സിലായി കാണുമല്ലോ. എവിടെ വെച്ച് മുറിക്കണം, കറക്റ്റ് നടുക്ക് വെച്ച് മുറിക്കണം. അതിന്റെ എക്സ് വാല്യൂ എത്രയാടാ, 2 തൊട്ട് അങ്ങോട്ടേക്ക്. സോ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇന്റർവെൽ 2 തൊട്ട് ഇൻഫിനിറ്റി വരെ. റേഞ്ച് എന്ന് പറഞ്ഞാൽ, സോറി റേഞ്ച് അല്ലല്ലോ, കോഡൊമൈൻ ആണ് റീഡിഫൈൻ ചെയ്യാൻ പറഞ്ഞത്. കോഡൊമൈൻ എന്താണ്, കോഡൊമൈൻ ഈക്വൽ ടു കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ റേഞ്ച് തന്നെയാണ്, 1 തൊട്ട് ഇൻഫിനിറ്റി വരെ. ഇത്രയും കഴിഞ്ഞു, ബി പാർട്ടും കഴിഞ്ഞു. ഇനി സി പാർട്ട് എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഈ ഗ്രാഫ് വരച്ച് കാണിക്കണം. ഗ്രാഫ് വരച്ച് കാണിക്കണം എന്ത് ചെയ്യണം, നമ്മൾ ഇൻപുട്ട് ബോക്സ് എടുക്കുക. ഇൻപുട്ട് ബോക്സിൽ എഫ് കോമ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എടാ നമ്മുടെ ഡൊമൈൻ എന്താടാ, 2 തൊട്ട് ഇൻഫിനിറ്റി വരെ. അപ്പോൾ ഗ്രേറ്റർ ആർ ഈക്വൽ ടു 2, എൻ്റർ അടിക്കുക. സോ പുതിയത് വന്നു കഴിഞ്ഞു, മറ്റേത് ഹൈഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ പുതിയ നമ്മൾ റീഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ വന്നു. ഇതാണ് നമ്മുടെ സി പാർട്ട്. സോ ഇത് അങ്ങ് കാണിച്ചു കൊടുത്താൽ മതി, സിമ്പിളായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇത്രയായി. ഓക്കെ, മൂന്നാമത് ഇതേപോലെ ചെയ്തേ, എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 11. ഓക്കെ, കോപ്പി പേസ്റ്റ്, ഇവിടുന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കണം, എക്സ് സ്ക്വയർ. ഓക്കെ മക്കളെ, എന്ത് പറയാം, ഞാൻ വീണ്ടും ഇത് എഴുതുന്നില്ല. ഡൊമൈൻ റേഞ്ച് എന്താണ്, 2 തൊട്ട് ഇൻഫിനിറ്റി വരെ റേഞ്ച് കിട്ടി. ഡൊമൈൻ എന്താണ്, ഇവിടുന്ന് മുറിച്ച് കളയാം അല്ലേ, ഇവിടുന്ന് മുറിച്ച് കളയാം. 3 തൊട്ട് ഇൻഫിനിറ്റി വരെയാണ് നമ്മുടെ ഡൊമൈൻ, 3 തൊട്ട് ഇൻഫിനിറ്റി വരെ ഡൊമൈൻ. സോ റേഞ്ച് എന്താണ്, റേഞ്ച് അല്ല, കോഡൊമൈൻ എന്താണ്, കോഡൊമൈൻ റേഞ്ചിനോട് ഈക്വൽ ആണ്. സോ 2 തൊട്ട് ഇൻഫിനിറ്റി വരെയാണ് നമ്മുടെ റേഞ്ച്. ഇനി ഇത് വരയ്ക്കാൻ പറയാൻ എന്ത് ചെയ്യണം, നമ്മൾ എഫ് കോമ എക്സ് ഗ്രേറ്റർ ആർ ഈക്വൽ ടു എവിടെ തൊട്ടാണ്, 3 തൊട്ടാണ് അല്ലേ. സോ ഇത് കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ പുതിയ ഗ്രാഫ് ഇങ്ങനെ വരും. സോ ഇതായിരിക്കും നമ്മുടെ പുതിയ സി പാർട്ട്, പുതിയ ഗ്രാഫ്.
കിട്ടിയല്ലോ മക്കളെ, സെറ്റ് ആണല്ലോ. സെയിം മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ് മൂന്നെണ്ണം. കാരണം അടുത്തിരിക്കുന്നവർക്കൊക്കെ ക്വസ്റ്റ്യൻ്റെ നമ്പേഴ്സ് വാല്യൂസ് മാറുമെന്നേ ഉള്ളൂ. സെയിം മോഡൽ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടല്ലോ. അപ്പോൾ അതും കഴിഞ്ഞു. ഓക്കെ, സെറ്റായി. ഇനി മൂന്നാമത്തെ പാർട്ട്, സി പാർട്ട്, തേർഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഒരെണ്ണം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവർ ഓൾറെഡി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ സൈനും കോസും ഒക്കെ ചോദിക്കുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഗ്രാഫിക്കൽ വ്യൂ മാറ്റിയിട്ട് ഡിസ്റ്റൻസ് π/4 പൈയുടെ ടേംസിലാക്കണം. ഇപ്പോൾ കിടക്കുന്ന 1 2 3 അല്ലേ, അത് എന്ത് ചെയ്യണമെന്ന് പഠിക്കണമെന്ന് എൻ്റെ കുട്ടികൾ ചോദിക്കാറുണ്ട്. മക്കളെ അത് കണ്ട, അത് ക്വസ്റ്റ്യൻ തരും. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഗ്രാഫിക്സ് എടുക്കുക, ഗ്രാഫിക്സിനകത്ത് എക്സ് ആക്സ് എടുക്കുക, അതിനകത്ത് ഡിസ്റ്റൻസ് എടുത്തിട്ട് എൻ്റർ π/4. ഓ, എന്ത് സിമ്പിളായിട്ട് അവർ പറഞ്ഞു തന്നിരിക്കണേ. അപ്പോൾ നമ്മൾ റൈറ്റ് ക്ലിക്ക് ആക്കി ഗ്രാഫിക്സ് എടുത്തു, മുകളിലത്തെ എക്സ് ആക്സ് എടുത്തു, അതിനകത്ത് ഡിസ്റ്റൻസ് കൊണ്ട് ക്ലിക്ക് ചെയ്താൽ വരത്തില്ല. കാരണം എന്താ, ഇപ്പുറത്തെ ഡിസ്റ്റൻസ് ഓൺ ആക്കണം. അപ്പോൾ ഡിസ്റ്റൻസിനവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓണായി. ഇവിടുത്തെ ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ 1 π/2. അപ്പോൾ π/4 ഇല്ലല്ലോ സാറേ, ടെൻഷൻ അടിക്കണ്ട, π/2 എടുക്കുക. π/2 എടുത്ത ശേഷം നമ്മൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം π/2 എന്നുള്ളത് ബാക്ക് സ്പേസ് അടിച്ച് π/4 ആക്കുക. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. π/4 ആക്കി ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഗ്രാഫിലേക്ക് വരുമ്പോഴത്തേക്കും എൻ്റെ പിള്ളേർ പറയുകയാണ്, സാറേ എൻ്റെ π/4 ആയിട്ടില്ല സാറേ, എന്തോ പ്രശ്നമുണ്ട്, എൻ്റെ π/4 ആയിട്ടില്ല, ഇപ്പോഴും π/2 കിടക്കുന്നത്. അതെന്താണെന്നറിയുമോ? ഒന്ന് സൂം ചെയ്യടാ, ഒന്ന് സൂം ചെയ്യുമ്പോൾ മാറും കേട്ടോ. ഓക്കെ, എൻ്റെ മാറിയില്ലെന്ന് തോന്നുന്നു, നോക്കട്ടെ. π/4 ആണല്ലോ, യെസ് π/4 ഇപ്പോഴായതായിട്ട് എൻ്റർ അടിച്ചില്ലായിരുന്നു. ഓക്കെ, കണ്ടല്ലോ മക്കൾ, ഇങ്ങനെയും കിടക്കുന്നത്. അപ്പോൾ π/2 ഉള്ളെന്ന് നിങ്ങൾ വിചാരിക്കല്. സൂം ചെയ്യുക, സൂം ചെയ്യുമ്പോഴത്തേക്കും കണ്ടല്ലോ π/4 വരുന്നത്. സൂം ചെയ്യുമ്പോൾ ചെറിയ വാല്യൂസ് വരുന്നുണ്ടല്ലോ, π/4 കണ്ടല്ലോടാ, π/4. അപ്പോൾ π/4ന്റെ ടേംസിലേക്ക് മാറ്റാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ആക്കണം. അപ്പോൾ സൂം ചെയ്ത് നോക്കിയാൽ ടെൻഷൻ അടിക്കണ്ട. ഇനി നമുക്ക് നമ്മുടെ ഗ്രാഫ് എൻ്റർ ചെയ്ത് കൊടുക്കാം. 3 sin 2x. മക്കളെ, ഇത് ചിലവർ ചെയ്യുന്ന മിസ്റ്റേക്ക് കാണിച്ചിട്ടാവേ. 3 sin 2x, നിങ്ങളുടെ മിസ്റ്റേക്കുകളൊക്കെ എനിക്കറിയാം മക്കളെ. 3 sin 2x ഇങ്ങനെ കടിക്കും. അപ്പൊ ടെൻഷൻ, അയ്യോ, ക്രിയേറ്റ് സ്ലൈഡർ ഫോർ sin 2. ഇതെന്ത് പറ്റി, എന്താ മിസ്റ്റേക്ക് എന്ന് മനസ്സിലായടാ? 3 sin 2x എന്ന് പറയുമ്പോൾ എടാ മക്കളെ, വെറുതെ ഇങ്ങനെ അടിച്ചു കൊടുത്താൽ പോരാ. sin 2x എന്ന് പറയുന്നതിനെ ആ 2x ബ്രാക്കറ്റിൽ ഇടണം. മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉള്ള ഭാഗമാണ് ഞാൻ പറഞ്ഞത്. sin 2x, sin 5x, sin 8x എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ആ എക്സ്, ആ ആംഗിളിന്റെ ഭാഗം ബ്രാക്കറ്റിൽ ഇടണം. sin 2x കണ്ടല്ലോടാ, എങ്കിലേ ഗ്രാഫ് വരത്തുള്ളൂ. ഗ്രാഫ് വന്ന് കണ്ടല്ലോ, sin 2x എന്നടിച്ച് എൻ്റർ അടിക്കുമ്പോൾ വന്ന് കണ്ടല്ലോ 3 sin 2x. ആ 2x എന്നുള്ളത് ബ്രാക്കറ്റ് ഇടണം. വെറുതെ 2x അടിച്ചു കൊടുത്താൽ വരത്തില്ല. അവിടെ ചെറിയൊരു സംഭവം കണ്ടല്ലോ, ക്വസ്റ്റ്യനിൽ ബ്രാക്കറ്റ് തന്നിട്ടില്ല. അപ്പം നമ്മളത് മനസ്സിലാക്കണം. ഓക്കെ, അത് വരച്ചു. ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി എബോവ് ഫംഗ്ഷൻ വരച്ചു. ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് റേഞ്ച്. ഗ്രാഫ് നോക്കിയിട്ട് റേഞ്ച് കണ്ടുപിടിക്കാൻ. റേഞ്ച് എന്താടാ? റേഞ്ച് എന്ന് പറഞ്ഞാൽ ഗ്രാഫ് കിടക്കുന്ന y ആക്സിന്റെ ഭാഗങ്ങൾ അല്ലേ, ഗ്രാഫ് കിടക്കുന്ന y ആക്സിന്റെ ഭാഗങ്ങൾ. റേഞ്ച് എന്ത് പറയാം നമുക്ക്? റേഞ്ച് എന്ത് പറയാം? y ആക്സിന്റെ ഭാഗങ്ങളാണ്. y ആക്സിന്റെ എവിടം തൊട്ടാണ് കിടക്കുന്നത്? ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഗ്രാഫ്. അപ്പൊ നമ്മൾ പറയേണ്ട ചെറിയ വാല്യൂ ആദ്യം പറയണം കേട്ടോ. അപ്പൊ റേഞ്ച് എന്ന് പറഞ്ഞാൽ -3 തൊട്ട്, സോറി, ക്ലോസ്ഡ് ഇന്റർവൽ ആണ്. -3 ഉൾപ്പെടുന്നുണ്ടല്ലോ. -3 തൊട്ട് 3 വരെയാണ് റേഞ്ച്. റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ y ആക്സിന്റെ ഭാഗങ്ങളാണ്. -3 തൊട്ട് 3 വരെയാണ് റേഞ്ച്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേടാ മക്കളെ? അത് കഴിഞ്ഞു. അതിന്റെ ബി പാർട്ട് എന്താണ്? റീഡിഫൈൻ ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് കോഡൊമൈൻ ഓഫ് ദി ഫംഗ്ഷൻ. ഇത് ബൈജക്റ്റീവ് ആക്കാനാണ് പറഞ്ഞത്. കാരണം ഇപ്പൊ ഇത് ബൈജക്റ്റീവ് അല്ല, സോ അത് റീഡിഫൈൻ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. കാരണം ബൈജക്റ്റീവ് അല്ലല്ലോ, കാരണം 1 1 ആണോ? അല്ല, നമ്മുടെ R2 R ആണോ അവിടെ പറഞ്ഞിരിക്കുന്നത്? അല്ല, R2 R അല്ല. ഓക്കെ, അപ്പോൾ ഇത് ബൈജക്റ്റീവ് ആക്കണമെങ്കിൽ ഇത് 1 1 ആണോ? അല്ല, 1 1 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കത് ഇവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒന്നിൽ കൂടുതൽ പോയിന്റ്സ് മീറ്റ് ചെയ്യണം. 1 1 അല്ല, ഓൺ 2 ആണെന്ന് വെച്ചാൽ ഓൺ 2 അല്ല. ഓൺ 2 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? റേഞ്ചും കോഡൊമൈനും സെയിം ആക്കണം. എന്ന് പറഞ്ഞാൽ കോഡൊമൈൻ എവിടെ തൊട്ടാക്കണം? റേഞ്ച് തന്നെ ആക്കണം. അത്രേ ഉള്ളൂ, വളരെ എളുപ്പം. റേഞ്ച് തന്നെയാക്കി നമ്മുടെ കോഡൊമൈൻ. അപ്പൊ നമ്മളിത് എവിടം തൊട്ടെടുക്കണം, അതാണ് ഇവിടുത്തെ കാര്യം. എവിടം തൊട്ടെടുക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം കേട്ടോ മക്കളെ. എവിടെ തൊട്ട് നമ്മൾ മുറിക്കണം? ഇവിടം തൊട്ട് മുറിച്ചു കഴിഞ്ഞാൽ, അല്ല, 2 സ്ഥലത്ത് മുറിക്കണം അല്ലേ? ഇവിടുന്ന് മുറിക്കണം, ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് മുറിക്കാം. ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങളോട് പറയുകയാണ്, ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് മുറിക്കാം. മറ്റേ യു എന്ന് പറയുന്ന ഗ്രാഫിന്റെ അവിടെ നമുക്ക് നടുക്കുന്ന് മുറിച്ചാൽ 2 ആക്കായിരുന്നു. ഇവിടുന്ന് മുറിച്ച് കഴിഞ്ഞിട്ട് കാര്യമില്ല, ഇവിടുന്ന് ഇപ്പം മുറിച്ച് കഴിഞ്ഞാൽ കാര്യമില്ല, കാരണം ഇത്രയും ഭാഗമുണ്ട്. അപ്പോൾ നമ്മൾ 2 സ്ഥലത്ത് നിന്ന് മുറിക്കണം. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ എവിടുന്ന് മുറിക്കാൻ പറ്റും? 2 സ്ഥലത്ത് മുറിക്കാം. ഞാൻ ഇവിടുന്ന് ഇങ്ങനെ മുറിക്കുന്നു. ഓക്കെ, ആ
ആ ജോയിന്റ് ആ കണക്ഷൻ വരുന്ന രണ്ട് സ്ഥലത്ത് നിന്ന് മുറിക്കണം. കാരണം എന്താ, ഇവിടുന്ന് ഞാൻ മുറിക്കണേ, ഇവിടുന്ന് ഞാൻ മുറിച്ചു. ഓക്കെ, പിന്നെ ഇവിടുന്ന് ഞാൻ മുറിച്ചു. ഇത്രയും ഭാഗം മാത്രം എടുത്താതെ ഇവിടുന്ന് മുറിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഞാൻ കളഞ്ഞു. ബാക്കിയെല്ലാം കളഞ്ഞു കഴിഞ്ഞാൽ മക്കളെ നോക്കി, ഇത്രയും ഭാഗം മാത്രം എടുത്തു വെച്ചു. ഇത്രയും ഭാഗം അവിടെ ഡൊമൈനും അവിടെ എന്തുവാ 1 അല്ലേ. കാരണം എന്താ, ഇതിങ്ങനെ ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ മാത്രമേ മീറ്റ് ചെയ്യത്തുള്ളൂ. കണ്ടല്ലോ ഇതെല്ലാം കൂടെ വരച്ച് കൊളാക്കുമല്ല, ശ്രദ്ധിച്ചോണം കേട്ടോ. കണ്ടല്ലോടാ മക്കളെ. അപ്പൊ ഞാൻ എവിടെ തൊട്ട് എവിടെ വരെ എടുക്കണം, -π/4 തൊട്ട് π/4 വരെ എടുക്കണം. ഓക്കെ, അപ്പൊ അതിന്റെ ഡൊമൈൻ റീഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞത്. സോ ഡൊമൈൻ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ റീഡിഫൈൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെടുക്കാം, ഇല്ലെങ്കിൽ ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ദിവിടം വെച്ച് മുറിക്കാം. ദിവിടം വെച്ച് ആ രണ്ട് കണക്ഷൻ, ആ രണ്ട് ചേഞ്ച് വരുന്ന ഭാഗത്തെ കണ്ട ഇതെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതെടുക്കാം. അപ്പൊ സാറ് ചോദിക്കുവാണെങ്കിൽ ഏതൊക്കെ, ഇപ്പൊ നിങ്ങൾ ഇത് പറയുവാണെങ്കിൽ സാറ് ചോദിക്കും വേറെ ഏതെങ്കിലും പറയാൻ ചോദിക്കും. അപ്പൊ നിങ്ങൾ പറയുന്നത് ഇത്രയും ഭാഗം. ഓക്കെ, അപ്പൊ ഞാനിത് ഇതൊന്നും എഴുതാൻ എങ്ങനെയാണ് കാണിച്ചു തരുവാണേ, എല്ലാം കൂടെ കൊളാക്കുന്നില്ല. ഇതിന്റെ ഡൊമൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എഴുതേണ്ട ഇത്രയേ ഉള്ളൂ മക്കളെ. ഇവിടം തൊട്ട് ഇവിടം വരെ -π/4 തൊട്ട് π/4 വരെ, ക്ലോസ്ഡ് ഇന്റർവെൽ -π/4 തൊട്ട് π/4 വരെയാണ് എൻ്റെ ഡൊമൈൻ. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, എൻ്റെ റേഞ്ച് അല്ലല്ലോ, കോഡമൈൻ അല്ലേ ചോദിച്ചത്. കോഡമൈൻ എന്ന് പറഞ്ഞാൽ റേഞ്ചിനോട് ഈക്വൽ ആണ്. കോഡമൈൻ റീഡിഫൈൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ കോഡമൈൻ എന്ന് പറഞ്ഞാൽ റേഞ്ച് എന്തായിരുന്നു, റേഞ്ച് -3 തൊട്ട് 3 വരെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. സോ അത് തന്നെ വരണം എൻ്റെ കോഡമൈൻ. സോ -3 തൊട്ട് 3 വരെയാണ് എൻ്റെ കോഡമൈൻ. ഓക്കെ അല്ലേ. അതിന്റെ സി പാർട്ട് പറഞ്ഞ് ഇത് വരച്ച് കാണിക്കാനാണ്. സോ വരച്ച് കാണിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നേരെ നമ്മുടെ ഇൻപുട്ട് ബോക്സിൽ ഇത് അടിച്ചു കൊടുക്കണം അല്ലേ. ഇൻപുട്ട് ബോക്സിൽ അടിച്ചു കൊടുക്കണത് എന്താണ്, F, നേരത്തെ x > അങ്ങനെ അടിച്ചു കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ -π/4 തൊട്ട് π/4 വരെയാണ് നമ്മുടെ ഡൊമൈൻ. മറ്റേ 3 to ∞ ആയിരുന്നു, അതുകൊണ്ട് ⁻ മാത്രം അടിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ -π/4 തൊട്ട് π/4 വരെയാണ് നമ്മുടെ ഡൊമൈൻ. അപ്പൊ ഇത് അടിച്ചു കൊടുക്കണം എങ്ങനെയാന്ന് നോക്കിക്കോണേ, ശ്രദ്ധിച്ചോളാം മക്കളെ. പൈക്ക് PI നിട്ടാൽ മതി, π/4 -π/4 ലെസ് ദാൻ, കാരണം അതിന്റെ മീനിങ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് ക്ലോസ്ഡ് ഇന്റർവെലിന്റെ മീനിങ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു x, ലെസ് ദാൻ ഓർ ഈക്വൽ ടു പിന്നെ π/4. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചോണം. നോക്കിക്കേ, -π/4 അടിച്ചു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു x, ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/4. ക്ലിയർ ആണല്ലോ, അത് അങ്ങനെ തന്നെ കൊടുക്കണം. എന്നിട്ട് എൻ്റർ അടിക്കുമ്പോൾ കണ്ടല്ലോ പുതിയൊരു റെഡ് കളർ വന്ന് കണ്ടല്ലോ. ഞാൻ മറ്റേത് ക്ലോസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് മനസ്സിലാകണ്ട, ഞാൻ എടുത്ത അത്രയും ഭാഗം മാത്രമാണ് എൻ്റെ പുതിയ ഗ്രാഫ്. ഇനി ഇവിടെ നമ്മൾ 1 ആണോ നോക്കി, ഇവിടെ 1 ആണോ നോക്കിയാണ് മക്കളെ. യെസ്, ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റിലെ മീറ്റ് ചെയ്യത്തുള്ളൂ. സോ ഇത് 1 ആണ്. ഓൺ 2 ആണോ, അതെ, കാരണം എന്തേ, -3 തൊട്ട് 3 വരെയുള്ള എല്ലാ ഭാഗത്തും എൻ്റെ ഗ്രാഫ് കണക്ഷൻ ഉണ്ട് അല്ലേ. -3 തൊട്ട് ഈ 3 വരെയുള്ള എല്ലാ ഭാഗത്തും ഞാനൊരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഗ്രാഫുമായിട്ട് ഒരു പോയിന്റിലെങ്കിലും മീറ്റ് ചെയ്യുന്നുണ്ട്. സോ അത് ഓൺ 2 ആണ്. അപ്പൊ ഇത് റീസൺ പറയണേ ഇത്രയേ ഉള്ളൂ, കോഡമൈനും റേഞ്ചും സെയിം ആണ്. സോ ഇത് ഓൺ 2 ആണ്. 1 ആണോ, യെസ് 1 ആണുള്ള കാരണം എന്താണ്, ഫസ്റ്റ് സെറ്റിലുള്ള എല്ലാവർക്കും അങ്ങനെ പറയാം നിങ്ങൾക്ക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം പറയാം, എൻ്റെ നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് വെച്ചാണല്ലോ പറഞ്ഞത്. സാറേ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് ഉപയോഗിച്ച് ഇത് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് അങ്ങനെ എഴുതി വെക്കാം കേട്ടോ മക്കളെ. അക്കോർഡിംഗ് ടു ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ്, ദ ലൈൻ മീറ്റ്സ് ഓൺലി 1 പോയിന്റ് വിത്ത് ദ ഗ്രാഫ്. ഇങ്ങനെ നിങ്ങൾക്ക് എഴുതി വെക്കാം നിങ്ങളുടെ വാക്യത്തിൽ. ഇത്രയുള്ള കാര്യം, വളരെ എളുപ്പമുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാണ്, പെട്ടെന്ന് ചെയ്ത് കാര്യം തീർക്കാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ 2 sin 2x. ഇവിടെ നിങ്ങൾ ടെൻഷൻ അടിക്കാനായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, റെസ്ട്രിക്റ്റഡ് ഡൊമൈൻ ഇങ്ങനെയാണെങ്കിൽ -π/2 to π വരെ ആണെങ്കിൽ നിങ്ങൾ ഇൻപുട്ട് ബോക്സിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ഇത്രയും സഹായം, അത് ടെൻഷൻ അടിക്കുന്ന F, നമ്മളിപ്പോൾ എന്താ അടിച്ചാൽ -π/4. അപ്പോൾ -π/4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x, ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/4 അടിച്ചാൽ മതി. ഇവർ എക്സാമ്പിൾ വന്നിരിക്കും കേട്ടോ, സിമ്പിൾ അല്ലേ. പിന്നെ എന്ത് ടെൻഷൻ അടിക്കണം. 2 sin 2x അടുത്തത്. ഓക്കെ, 2 sin 2x പെട്ടെന്ന് ചെയ്തോ. 2 sin 2x. അപ്പോൾ നമ്മൾ 2x ബ്രാക്കറ്റ് ഇടണം, നിർബന്ധമായിട്ട് 2x ബ്രാക്കറ്റ് ഇടണം, ഇല്ലെങ്കിൽ കിട്ടത്തില്ല. ഓക്കെ, എൻ്റർ അടിച്ചു, പുതിയ ഗ്രാഫ് വന്നു. ഇത് 1 അല്ല, ഓൺ 2 അല്ല. അപ്പോൾ നമ്മൾ 1 ഓൺ 2 ആക്കണം. ഇതിന്റെ റേഞ്ച് എന്താണ് മക്കളെ, പെട്ടെന്ന് കാര്യം എഴുതിക്കുക. റേഞ്ച് എന്താണ്, റേഞ്ച് എന്ന് പറയുമ്പോൾ തേർഡിന്റെ ഫസ്റ്റ് ആൻസർ റേഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ്, എവിടം തൊട്ട് എവിടം വരെയാണ് മക്കളെ ഇതുള്ളത്, -2 തൊട്ട് -2 വരെയാണ് നമ്മുടെ ഗ്രാഫ് നിൽക്കുന്നത്.
സോ റേഞ്ച് എന്ന് പറഞ്ഞാൽ -2 തൊട്ട് 2 വരെ. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി കോഡൊമൈൻ റീഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ ഡൊമൈൻ ആദ്യം നമുക്ക് പറയാം. ഡൊമൈൻ നമുക്ക് എവിടെ തൊട്ട് എടുക്കാം? എല്ലാം ഒരേ മോഡൽ ക്വസ്റ്റ്യൻ. ഡൊമൈൻ നമുക്ക് ഇവിടെ തൊട്ട് തന്നെ എടുക്കാം അല്ലേ? -π/4 തൊട്ട് π/4 ആ കണക്ഷൻ, ആ ഒരു കർവ് വരുന്ന സ്ഥലത്ത് നിന്ന് കട്ട് ചെയ്യാം, മുറിച്ചെടുക്കാം. അപ്പോൾ ഡൊമൈൻ ഞാൻ എവിടെ തൊട്ട് മുറിച്ചെടുത്തു? നേരത്തെ പോലെ തന്നെ അല്ലേ? -π/4 തൊട്ട് π/4 വരെ ഞാൻ മുറിച്ചെടുത്തു ഡൊമൈൻ. റേഞ്ച് വേണ്ട, കോഡൊമൈൻ. കോഡൊമൈൻ എന്താണ്? കോഡൊമൈൻ എൻ്റെ റേഞ്ചിനോട് ഈക്വൽ ആണ്. സോ -2 തൊട്ട് 2 വരെ. ഇത്രേ ഉള്ളൂ കാര്യം. വേണേൽ നമുക്ക് താഴത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് എന്താണ്? f, -π/4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/4. എൻ്റർ അടിക്കുക. സോ വന്നു കഴിഞ്ഞു. മറ്റേന്ന് ഹൈഡ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ഇതാണ് നമ്മുടെ പുതിയ ഗ്രാഫ്. സെറ്റായി. ഓക്കെ അല്ലേടാ? യെസ്. നെക്സ്റ്റ് നിങ്ങൾക്ക് തന്നെ ചെയ്യാമല്ലോ. വീണ്ടും ഞാൻ ആവർത്തിക്കണോ? വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. നിങ്ങളൊന്ന് വീഡിയോ പോസാക്കിട്ട് ചെയ്തോട്ടെ. പെട്ടെന്ന് ഞാൻ കാണിച്ചു തരാം. കാരണം ഞാൻ എൻ്റെ ആൻസർ എന്താണെന്ന് അറിയണമെങ്കിൽ 3 cos 2x കോസിൻ്റെ വന്നിട്ടുണ്ട്. അപ്പോൾ കോസിൻ്റെ കൂടെ ചെയ്യാം. 3 cos 2x പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ മക്കളെ സെയിം അതേ സാധനം തന്നെ ആയതുകൊണ്ടാണ് പെട്ടെന്ന് കൊണ്ട് ഓടിച്ചു പോകണം കേട്ടോ. 3 cos 2x അല്ലേ? കോപ്പി ആയില്ല. 3 cos 2x 3 cos 2x ബ്രാക്കറ്റിൽ 2x അടിച്ചു കൊടുത്തു. എൻ്റർ അടിച്ചു. സോ വന്നു കഴിഞ്ഞു മക്കളെ. സോ എഴുതാലോ കാര്യം എഴുതാലോ. റേഞ്ച് എന്താണ്? റേഞ്ച് എഴുതാനാണ് പറഞ്ഞത്. സോ മൂന്നാമത്തെ ആൻസർ റേഞ്ച് എവിടെ തൊട്ടാണ് ഉള്ളത്? 3 വരെ. എവിടെ തൊട്ട്? -3 തൊട്ട് 3 വരെ. സെയിം മോഡൽ. -3 തൊട്ട് 3 വരെയാണ് നമ്മുടെ റേഞ്ച്. ഡൊമൈൻ എന്താണ്? ഡൊമൈൻ എവിടെ തൊട്ട് റെസ്ട്രിക്ട് ചെയ്യണം? സെയിം മോഡൽ. π/4 അല്ല കേട്ടോ, -π/4 അല്ല. ഇത് ഇവിടെ തൊട്ട് ഈ ഒരു ചേഞ്ച് കണക്ഷൻ വരുന്ന ഇവിടം തൊട്ട് ഇവിടം വരെ. ഓക്കെ, അല്ലെങ്കിൽ ഇവിടം തൊട്ട് ഇവിടം വരെ, നിങ്ങളുടെ ഇഷ്ടം. 0 തൊട്ട് π/2 വരെ എടുക്കാം, അല്ലെ -π/2 തൊട്ട് 0 വരെ എടുക്കാം. അപ്പോൾ ഞാൻ എന്തെടുക്കാൻ പോകണം? ഞാൻ ഇതെടുക്കാം, -π/2 തൊട്ട് 0 വരെ. അപ്പോൾ ഇത് -π/2 തൊട്ട് 0 വരെ. റേഞ്ച് എന്താണ്? റേഞ്ച് അല്ലല്ലോ. കോഡൊമൈൻ എന്താണ്? കോഡൊമൈൻ റേഞ്ച് തന്നെയാണ്. സോ -3 തൊട്ട് 3 വരെ. അത് കഴിഞ്ഞു. ഇതെങ്ങനെ വരയ്ക്കാം? വരയ്ക്കേണ്ടത് നമ്മൾ f, എവിടെ തൊട്ടാടാ? -π/2 തൊട്ട്. -π/2 തൊട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. എൻ്റെ ഗ്രാഫ് പുതിയത് വന്നു കഴിഞ്ഞു. മറ്റേത് ഹൈഡ് ചെയ്യുവാണെങ്കിൽ കിട്ടും. നിങ്ങൾക്ക് മക്കളെ ഞാൻ പറയില്ല, ഇതെടുക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തിരിക്കുന്നത് ചിലപ്പോൾ വേറെ ആയി എടുക്കുന്നത്. ഇതെടുക്കാൻ വേണമെങ്കിൽ 0 to π/2 എടുക്കാം, അല്ലെങ്കിൽ π/2 തൊട്ട് π എടുക്കാം. നിങ്ങളുടെ ഇഷ്ടമാണ്. എവിടെ തൊട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മുറിച്ചെടുക്കാം. ഓക്കെ അല്ലേ? സെറ്റിലാണ് മക്കളെ? യെസ്. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം എളുപ്പമുള്ളൊരു ഗ്രാഫാണ്. കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ക്ലാസ്സിൽ കൺസെപ്റ്റ് മനസ്സിലാക്കാനും കൂടെ ശ്രമിച്ചിട്ടുണ്ട് മക്കളെ. സോ ഇത്രയുള്ളൂ നമ്മുടെ ഗ്രാഫ്. ഓക്കെ അല്ലേ? സെറ്റിലാണ് മക്കളെ? അപ്പം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ഗ്രാഫ് വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ മക്കളെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മക്കളെ. കൂടെ കൂടിക്കോണം. എല്ലാ കൂട്ടുകാർക്കും നിങ്ങൾ അയച്ചു കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ചെയ്ത് പഠിച്ചോണം. ഓക്കെ അല്ലേ? അപ്പോൾ 2023 2024 ക്ലാസ് കണ്ട കുട്ടികൾക്ക് വളരെ എളുപ്പം 2025 എക്സാം അറ്റൻഡ് ചെയ്യാം. ഒരു ടെൻഷൻ വേണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ലാബായിട്ട് കാണാം മക്കളെ. ഓക്കെ, ബൈ.